അതിലെ ക്ലബ്ബുകളിൽ എല്ലാം പോകാറുണ്ടോ? ഇല്ല, നന്നായി. പോവാറില്ല. ഇവിടെ കൊച്ചിയിൽ ഒരു ക്ലബ്ബുണ്ട്. ഈ കൊച്ചിയിലെ ആ ക്ലബ്ബിൽ പോയാൽ എന്ത് പറ്റുമെന്നറിയാമോ? കിഡ്നി പോകും. തമാശയല്ല. ഇപ്പോൾ വലിയ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നൊരു വാർത്തയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ മലയാളത്തിലെ പത്രങ്ങളിലൊന്നും ഈ വാർത്ത വരുന്നില്ല. കൊച്ചിയിലൊരു ക്ലബ്ബുണ്ട്, സ്റ്റെമ്മ ക്ലബ്ബ് എന്ന് പറയും. സ്റ്റെമ്മ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ക്ലബ്ബാണ്. അവിടെ ചെല്ലുക, ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമല്ലോ, അവിടെ ക്ലബ്ബ്. അപ്പോൾ എക്സർസൈസ് ചെയ്തിട്ടാണോ കിഡ്നി പോകുമെന്ന് പറഞ്ഞ്? എക്സർസൈസ് ചെയ്താൽ കിഡ്നി ഒന്നും പോകത്തില്ല. ചിലപ്പം ആളുകൾ ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിച്ചെന്ന് കേട്ടിട്ടുണ്ട്. കന്നഡയിലൊരു പ്രശസ്ത നടൻ മരിച്ചതൊക്കെ അറിയാം നമുക്ക്. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങൾ ഹെൽത്ത് ക്ലബ്ബിൽ ചെന്നാൽ അവർ നിങ്ങളെ നോക്കി വെക്കും. എന്നിട്ട് നിങ്ങളെ ഇവിടെ നിന്ന് നേരെ ഇറാനിൽ കൊണ്ടുപോകും. ഇറാനിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കിഡ്നി എടുക്കും. കിഡ്നി എടുത്ത് കോടികൾ വിലയ്ക്ക് ആ കിഡ്നി വിൽക്കും. ഏതാണ്ട് 200ഓളം ആളുകളെ ഇങ്ങനെ കൊച്ചിയിലെ ഹെൽത്ത് ക്ലബ്ബായ സ്റ്റെമ്മ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ഇറാനിൽ കൊണ്ട് കിഡ്നി എടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും വേണ്ടി 200 പേരിലെ ഓരോരുത്തരിൽ നിന്നും ഈ കിഡ്നിക്ക് വേണ്ടി ഇറാനിലെ ആളുകളിൽ നിന്ന് 1 കോടി രൂപ വെച്ചാണ് വാങ്ങിയത്. എന്ന് പറഞ്ഞാൽ മിനിമം ഈ റാക്കറ്റ് 200 കോടി രൂപയുടെ കിഡ്നി കച്ചവടം നടത്തി. NIA പറയുന്നതാണ്. NIA കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല, ഇയാളെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരനെ അറസ്റ്റ് ചെയ്തിപ്പോൾ NIAയുടെ കസ്റ്റഡിയിലാണ്. അയാളുടെ പേര് മധു ജയകുമാർ എന്നാണ്. ഇവിടെ തൊട്ടടുത്ത് പാലാരിവട്ടത്ത് പട്ടത്തിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് മധു താമസിക്കുന്നത്. ഇയാൾ മിക്കവാറും ഇറാനിലാണ്. ഇറാനിൽ നിന്ന് കഴിഞ്ഞ നവംബർ 18 കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ NIA പൊക്കി. NIA പൊക്കിയിട്ട് മറ്റേ പറയുന്നത്, ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലുള്ള ആളുകളെയൊക്കെ ഇവർ ഹെൽത്ത് ടൂറിസം എന്ന പാക്കേജിൽ എന്ന പേരിൽ ഇറാനിലേക്ക് കൊണ്ടുപോയി. ഇറാനിൽ എന്താ കാണാനുള്ളതെന്നറിയാമോ? അവിടെ ഒരു മണ്ണാങ്കട്ടയില്ല. അവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ ആതിരയൊക്കെ മുടിയൊക്കെ ഇങ്ങനെ മുന്നിലൊക്കെ കെട്ടിയിരിക്കുന്നില്ലേ, അവിടെ ഒരു മുടി പുറത്ത് കണ്ടതിന് മെക്സ അമ്നെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൂടത്തിന് തലക്കടിച്ചു വന്നു. സ്ത്രീകൾക്ക് അത്ര ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ. കടുത്ത മതഭീകരത നിലനിൽക്കുന്ന രാജ്യമാണ്. അവിടേക്കാണ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ആളുകളെ കയറ്റിക്കൊണ്ടു. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇന്നൊരു ബോധമില്ലേ, ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നു? എങ്ങനെ അറിയാം? അവരെ കൊണ്ടുപോകും. നിങ്ങളെ ഹെൽത്ത് ടൂറിന് കൊണ്ടുപോകുന്നു, ഇറാനിൽ കൊണ്ടുപോകുന്നു. ഇറാനിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ അവരുടെ കസ്റ്റഡിയിലല്ലേ. അവിടെ എടുക്കുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, കിഡ്നി എടുക്കുന്നു, എന്നിട്ട് അടുത്ത ഫ്ലൈറ്റിന് കയറ്റി തിരിച്ചു വിടുന്നു. അവിടെ ഈ സ്റ്റെമ്മ ക്ലബിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊരു അക്കൗണ്ടുണ്ട്. അക്കൗണ്ട് പരിശോധിച്ചപ്പോഴത്തേക്കും ഇതിലെ പ്രതികളിൽ ഒരാളുടെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന തുക എത്രയാണെന്നറിയാം? 6 കോടി രൂപ. ചുമ്മാ ബാങ്കിലെ അക്കൗണ്ടിൽ നമ്മുടെയൊക്കെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ 200 രൂപ തികച്ച് കാണത്തില്ല. അപ്പോഴാണ് അതിലെ പ്രതിയായിരിക്കുന്ന സാബിത് നാസർ, പറയണമല്ലോ, ഈ മധു ജയകുമാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില ആൾക്ക് സന്തോഷം. മധു ജയകുമാറാ, അവനാണല്ലോ, അപ്പോൾ മനസ്സിലായില്ലേ, അവൻ അത് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല സാർ, ഇതിൻ്റെ സൂത്രധാരൻ്റെ പേര് സാബിത് നാസർ എന്നാണ്. ഈ സാബിത് നാസർ തൃശ്ശൂർകാരനാണ്. ഇവരെ നേരത്തെ NIA പിടിച്ചു. പിന്നെ നല്ല ഇടിയൊക്കെ കൊടുത്തപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ പൊന്നി ചേട്ടാ, എൻ്റെ കൂട്ടത്തിൽ ഒരാളൂടെ ഉണ്ട്, കൊച്ചിയിൽ സ്റ്റെമ്മ ക്ലബ്ബ് നടത്തുന്ന ആളാണ് മധു ജയകുമാറാണ്. ഞാൻ ഇതൊക്കെ ഒക്കെ ആസൂത്രണം ചെയ്യും. മധു ജയകുമാർ എന്ത് ചെയ്യും? ആളുകളെ ഹെൽത്ത് ക്ലബ്ബിൽ കൊണ്ടുവരും. എന്നിട്ട് പല സ്ഥലത്ത് പോയിട്ട് ഈ മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞ ആളെ കണ്ടെത്തും. കൂടുതൽ വരും. മലയാളി എത്ര പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ കൂടുതൽ വരും നോർത്ത് ഇന്ത്യൻസ്, വടക്കേ ഇന്ത്യയിലുള്ള പാവങ്ങൾ, ഒന്നും അറിഞ്ഞുകൂടാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, നിരക്ഷരായ, പട്ടിണിക്കാരായ ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ടൂറിസം ഫ്രീ ആയിട്ടാണോ കൊണ്ടുപോകുന്നത്? അവരെ കൊണ്ട് എന്തെങ്കിലും കൊടുക്കും. തിരിച്ച് നാട്ടിൽ വരുമ്പോഴത്തേക്ക് നക്കാപ്പിച്ച ഒരു 50,000 രൂപയോ 1 ലക്ഷം രൂപയോ കൊടുക്കും ആൾക്കാർക്ക്. ഇവൻ വാങ്ങുന്ന 1 കോടി രൂപയാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല, ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ ഇറാനൊക്കെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും. പിന്നെ ചിലരോട് പറയും, നിങ്ങൾ ഈ വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കടുത്ത ദാരിദ്ര്യമാണ്. പിണറായി വിജയൻ പറയുന്നു കേരളത്തിൽ അതിദരിദ്രരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വീട് പോലും ഇല്ലാതെ താമസിക്കുന്ന ആളുകൾ അറിയാം. വഴിയോരത്ത് ഈ ഷീറ്റുകൾ, മറ്റേ ഈ ഫ്ലെക്സ് ബോർഡിൻ്റെ ഷീറ്റുകളൊക്കെ അടിച്ച് താമസിക്കുന്ന എത്ര വീടുകൾ കേരളത്തിലുണ്ട്. എന്നിട്ട് പിണറായി പറയുന്നതെന്നറിയോ? കാരണഭൂതൻ നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. കാരണഭൂതൻ ഒരു ലെവലിനപ്പുറത്തുള്ള കാഴ്ചയൊന്നും കാണത്തില്ല. ഭൂതമല്ലേ, ഭൂതത്തിൻ്റെ കാഴ്ചകൾക്കൊക്കെ വേറെ ഒരു ഡയമെൻഷനാണ്. അപ്പോൾ കേരളത്തിൽ പോലും ഉണ്ട്. അവിടെ വന്നിട്ട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഇറാനൊക്കെ കൊണ്ട് കാണിക്കാം, തിരിച്ചു പോരുമ്പോൾ എല്ലാ ചിലവും എടുത്ത് ഞങ്ങൾ കൊണ്ടും 1 ലക്ഷം രൂപയും തരും എന്ന് പറഞ്ഞാൽ ചിലർ വീഴും. ചിലരോട് പറയും ഒരു കാര്യം ചെയ്യും, വടക്കേ ഇന്ത്യയിലേക്കുള്ള മനുഷ്യൻ 2 കിഡ്നി ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ,
ഒരെണ്ണം കൊണ്ടും സുഖമായിട്ട് ജീവിക്കാം. അതെ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഇറാനൊക്കെ കാണാം, ഒരു മാസത്തോളം അവിടെ സുഖയാത്ര. അതെല്ലാം കഴിയുമ്പോൾ ഒരു കിഡ്നിയോടെ കൊടുത്താൽ നിങ്ങൾക്ക് 1,00,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ അതെ. നോർത്ത് ഇന്ത്യയിലെ പല ആളുകൾക്കും വലിയ തുകയാണ്. തുകയാണ്. അങ്ങനെ ഈ പാവങ്ങളെ 200 പേരെ കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 200 പേരെ കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ കേസിൽ സാബിത് നാസർ ഇന്ന് പ്രധാനപ്പെട്ട കക്ഷി, പിന്നെ സജിൽ ശ്യാം കളമശ്ശേരിക്കാരനാണ്, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്കാരൻ, പിന്നെ ബെല്ലംകൊണ്ട രാംപ്രസാദ് എന്ന് പറയുന്ന ഒരു വിജയവാഡക്കാരൻ, അവൻ ഇത്രയും, പിന്നെ മധു ജയപ്രകാശ്. ഈ 4 അംഗ സംഘമാണ് സാബിത് നാസറുടെ നേതൃത്വത്തിൽ മനുഷ്യനെ കടത്തിക്കൊണ്ടുപോയി കിഡ്നി അടിച്ചു മാറ്റുന്ന സംരംഭം നടത്തിക്കൊണ്ടിരുന്നത്. വ്യവസായമാണ്, സ്റ്റാർട്ടപ്പ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുകയാണ്, മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്ന മലയാളി ഈ മറ്റുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. മലയാളിയുടെ കേരളം നമ്പർ 1 എന്നൊക്കെ പറയുമല്ലോ. എല്ലാ കാര്യത്തിലും വലിയ വിവരമുള്ള മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ് മലയാളി എന്ന് പറഞ്ഞിട്ടാണ് ഈ സാബിത് നാസറും മധു ജയപ്രകാശും അടങ്ങുന്ന മലയാളി മനിതന്മാർ എന്തു ചെയ്യുന്നത്? ഒരു മനുഷ്യ സ്നേഹവും ഇല്ലാതെ പാവപ്പെട്ട മനുഷ്യരെ കബളിപ്പിച്ച് ഇറാനിലേക്ക് കൊണ്ടുപോയി അവരുടെ കിഡ്നി അടിച്ചു മാറ്റുന്ന വമ്പൻ അവയവ കള്ളക്കടത്ത് റാക്കറ്റ് നടത്തിയിരിക്കുന്നതായിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഈ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളൊക്കെ വരും. പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ എന്താ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാത്തത്? ഇപ്പോൾ സ്റ്റെമ്മ ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, പല പല സ്ഥാപനങ്ങൾ. അവിടെയൊക്കെ ആളുകൾ ആരോഗ്യ പരിപാലനത്തിലുള്ള കാര്യങ്ങൾക്ക് ചെല്ലും, എക്സർസൈസിന് ചെല്ലും. ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് ജിംനേഷ്യം പോലെയുള്ള, അല്ല വർക്കൗട്ട് ചെയ്യാനുള്ള സ്ഥലം. പക്ഷേ അവിടെ അതിൻ്റെ മറവിൽ നടത്തുന്നതാണ്, അവിടെ വരുന്ന ആളുകളിൽ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു റാക്കറ്റ് കൊച്ചിയിൽ 2 മലയാളികളുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിന് പുറത്ത് ഇതൊക്കെ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വാർത്തയാണ്. കാരണം അവിടെയുള്ള പലരെയും ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് പോയി അവരുടെ കിഡ്നി എടുത്തിട്ടുണ്ട്. അങ്ങനെ കിഡ്നി എടുക്കുന്ന ഒരു റാക്കറ്റ് പ്രവർത്തിച്ചത് കേരളത്തിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മലയാളികളെ കാണുമ്പോൾ ഹിന്ദിക്കാരന് മലയാളികളുള്ള സ്നേഹം കൂടുമല്ലോ, അല്ലേ? പുച്ഛം. ഇപ്പം തന്നെ മലയാളി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പൊതുവെയുള്ള പോക്കിന് എതിരെ നിൽക്കുന്നവനാണ് മലയാളി എന്നൊരു ഇമേജാണ് പൊതുവിലുള്ളത്. അതുമാത്രമല്ല, മലയാളികൾ രാജ്യത്തിന് ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക പ്രീണനം നടത്തുന്നവരാണ്, ഈ പറഞ്ഞ ഇന്ത്യക്കെതിരാണ്, ഹിന്ദിക്കെതിരാണ് എന്നൊക്കെയുള്ള ഒരു വല്ലാത്തൊരു മലയാളിയെ കാണുമ്പോൾ മലയാളിയാണ്, ഇവനെ എങ്ങനെ വിശ്വസിക്കാം എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ പെരുമാറുന്നത്. കാരണം നമ്മുടെ കയ്യിലിരിപ്പുണ്ടാകും. നമ്മുടെ കയ്യിലിരിപ്പെന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ അല്ല, ഈ ഇവിടുത്തെ സോക്കോൾഡ് ഇസ്ലാമിസ്റ്റുകളുടെയും കമ്മികളുടെയൊക്കെ നിരന്തരമുള്ള പ്രവർത്തനം കൊണ്ട് ഹിന്ദു വിരുദ്ധത, ഹിന്ദുക്കളെ ആക്ഷേപിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഹരമായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മലയാളികളുടെ ഈ കേരളം. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, അതായത് നിങ്ങളുടെ ചാനലിൽ ഇന്നലെ 2 പെൺകുട്ടികളെ കണ്ടു. അപ്പോൾ ദേവിയും ആതിരയും വന്നല്ലോ. അപ്പോൾ 2 പേരെയും ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ നെറ്റിയിൽ കുറി ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലുകളിലൊന്നും ചന്ദനക്കുറി തൊട്ട പെൺകുട്ടികളെ കാണാതിരിക്കുമ്പോഴാണ് ഇന്ത്യ ലൈവ് 2 ചന്ദനക്കുറി തൊട്ട പെൺകുട്ടികളെ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഈ മറ്റേ കാസർഗോഡ് MP ഉണ്ടല്ലോ, രാജ്മോഹൻ ഉണ്ണിത്താനെ എപ്പോഴും കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? നെറ്റിയിൽ കുറി തൊട്ടാണ് കണ്ടിരുന്നത്. അദ്ദേഹം കാസർഗോഡ് മത്സരിക്കാൻ പോയി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് മായ്ച്ചതാ കുറി. കാരണം അവിടെ കുറി തൊട്ടാൽ, ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ കുറി തൊട്ടാൽ ചില ആളുകളുടെ വോട്ട് കിട്ടത്തില്ല. അപ്പോൾ ഹിന്ദുക്കൾക്ക് സ്വന്തമായി അവൻ്റെ മതവിശ്വാസ പ്രകാരമുള്ള ഒരു ചരട് കെട്ടാനോ, ഇത് വെറും ചരടാണ്. ഈ ചരട് കെട്ടിയ ഉടനെ എന്ത് പറയും? നമ്മൾ വിശ്വാസത്തോടെ ഒരു ക്ഷേത്രത്തിൽ പൂജിച്ച് കിട്ടുന്ന നമ്മുടെ ഒരു രക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കിട്ടുന്ന നമുക്കൊരു ആത്മബലം കിട്ടുന്നതാണ് ചരട് കെട്ടുന്നത്. ഈ ചരട് കെട്ടിയാൽ അവനെ സംഘീന്ന് വിളിക്കുന്നതൊന്നും കുഴപ്പം. സംഘീന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? ഇപ്പോൾ പണ്ടൊക്കെ അതേടാ സംഘീന്ന് വിളിച്ചാൽ അതേടാ ഞാൻ സംഘിയടാ എന്ന് പറയുന്ന ആത്മാഭിമാനമുള്ള ഭാരതീയരുടെ സംഖ്യ ഒരുപാട് കൂടി വരുന്നുണ്ട്. കാരണം സംഘി ഒരിക്കലും ഇന്ത്യയെ തകർക്കാൻ നിൽക്കില്ല. സംഘി ഒരിക്കലും ഒരിടത്തും പോയി പൊട്ടിത്തെറിക്കത്തില്ല. സംഘി ഒരിക്കലും കലിമ ചൊല്ലിയില്ലെങ്കിൽ നിന്റെ തുണി പൊക്കി നോക്കിയിട്ട് നിന്റെ നെഞ്ചത്തേക്ക് വെടിയുണ്ട കയറ്റത്തില്ല. അതാണ് സംഘി ഈ രാജ്യത്തിൻ്റെ വീരപുരുഷന്മാരാണ്. ഈ രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി, ഈ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ആളുകൾക്കാണ് അല്ലയോ വൃത്തികെട്ടവന്മാരെ നിങ്ങൾ സംഘി എന്ന് വിളിക്കുന്നത്. അങ്ങനെ സംഘി എന്നുള്ള വിളിയിൽ ചൂളിപ്പോകുന്ന ആളുകളുടെ എണ്ണമൊക്കെ പോയി. ഇപ്പോൾ സംഘി എന്ന് വിളിച്ച അതേടാ സംഘിയടാ സുഡു എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം അനുദിനം കൂടി വരികയാണ്. പക്ഷേ അതിനിടയ്ക്കാണ് ഈ കേരളത്തിൻ്റെ സൽപ്പേര് കളയുന്ന തരത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സാബിത് നാസർ ഉള്ളതുകൊണ്ടായിരിക്കാം, ഈ സംഘത്തിൻ്റെ കിങ് പിൻ സാബിത് നാസർ ആയതുകൊണ്ടായിരിക്കാം മലയാള മാധ്യമങ്ങൾ ഈ വലിയ കിഡ്നി റാക്കറ്റിനെ, അവയവ
കടത്ത് സംഘത്തെക്കുറിച്ച് കാ മ എന്നും മിണ്ടുന്നില്ല.